കേരളം ശാന്തമായി മാറിക്കൊണ്ടിരിക്കുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോൾ വീടുകൾ, റോഡുകൾ, ലൈറ്റുകൾ എല്ലാം പഴയതുപോലെ തന്നെയാണ്. പക്ഷേ അകത്ത് വാതിലുകൾ അടഞ്ഞിരിക്കുന്നു, ജനലുകൾ തുറക്കാറില്ല. ഇതൊരു ശബ്ദങ്ങളില്ല, ഇതൊരു സിനിമാ കഥയല്ല, നമ്മുടെ നാടിന് ഇന്നത്തെ യാഥാർത്ഥ്യമാണ്. ഇന്ന് ഏകദേശം 20 ലക്ഷത്തോളം വീടുകൾ കേരളത്തിൽ അടഞ്ഞു കിടക്കുന്നു. ഒരു കാലത്ത് ഗൾഫിൽ പോയി പണമയച്ച് നാട്ടിൽ വീടുകൾ പണിയുകയായിരുന്നു സ്വപ്നം. ഇന്ന് വീട് ഇവിടെ, ജീവിതം വിദേശത്ത്. പക്ഷേ പ്രശ്നം ഇവിടെ അവസാനിക്കുന്നില്ല. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷം നീണ്ടാൽ ഗൾഫിൽ ജോലി ചെയ്യുന്ന 45 ലക്ഷത്തോളം ഇന്ത്യക്കാരുടെ ജോലിയെ ബാധിക്കാം. അതോടെ ഇന്ത്യയിലേക്ക് വരുന്ന റെമിറ്റൻസ് 1 ലക്ഷം കോടി രൂപ വരെ കുറയാൻ സാധ്യതയുണ്ട്. കേരളത്തിന് ഇത് എന്ത് ഭവിഷ്യത്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയാമോ? നമ്മുടെ സാമ്പത്തിക നട്ടിലിന് നേരിട്ടുള്ളൊരു അടിയാണിത്. കണക്കുകൾ പറയുന്ന സത്യം. +2 കഴിഞ്ഞ് 60% വിദ്യാർത്ഥികൾ വിദേശത്തേക്ക്. പുറത്തു പോകുന്നതിൽ 80% തിരികെ വരാൻ ആഗ്രഹിക്കുന്നില്ല. പല സ്ഥലങ്ങളിൽ വോട്ടർമാരിൽ 5 മുതൽ 10% വരെ കുറവ്. ജനാധിപത്യം മാറുന്നുണ്ട്. ഇന്നത്തെ വോട്ടിംഗ് ബൂത്തുകളിൽ ശബ്ദം കുറയുന്നു. യുവാക്കളില്ല. കുടുംബങ്ങൾ മാറുന്നു. പേര് ലിസ്റ്റിലുണ്ടെങ്കിലും ആളില്ല. വീടുകൾ പ്രേതാലയങ്ങളാകാൻ കാരണം എന്താണ്? മെച്ചപ്പെട്ട ജീവിതം തേടി വിദേശത്തേക്ക് കുടിയേറ്റം. ഗൾഫ് ജീവിതം തന്നെയാണ് സ്ഥിരതാമസമായി മാറുന്നു. അവിടെ വീട് വാങ്ങാൻ അവസരം ലഭിക്കുന്നു. പണിത വീടുകൾ നോക്കാൻ ആളില്ല. ഒരുപാട് പേർ ചോദിക്കും, ഇത് ആരുടെ തെറ്റാണ്? സത്യത്തിൽ ആരുടെയുമല്ല. ജീവിക്കാൻ വേണ്ടിയാണ് ഓരോരുത്തരും പോകുന്നത്. ഇവിടെ നല്ല ശമ്പളവും അവസരവും ഉണ്ടായിരുന്നെങ്കിൽ ആരും സ്വന്തം നാട് വിട്ട് പോകില്ലായിരുന്നു. ഇതൊരു വിമർശനമല്ല, ഒരു ചോദ്യമാണ്. നമ്മൾ പണിയുന്നത് വീടുകളാണോ അല്ലെങ്കിൽ ശൂന്യതയാണോ? കേരളം വികസിക്കുന്നു, പക്ഷേ കേരളം ശൂന്യമാകുന്നുണ്ടോ? ചിന്തിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.